നമസ്കാരം, മെട്രോമാറ്റ്നിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ലാത്തൊരു താരമാണ് കനക. ഒരു പിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ ഇടയിൽ സ്ഥാനം പിടിക്കാൻ കനകയ്ക്കായിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ സിനിമയായിരുന്ന ഗോഡ്ഫാദറിൽ നായികയായി എത്തിയ കനക സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കുമെല്ലാം ഒപ്പം നായികയായി തന്നെയാണ് തിളങ്ങി നിന്നിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് അപ്രതീക്ഷിതമായ പിൻവാങ്ങലുണ്ടായത്. ഇന്നും കനകയുടെ ജീവിതം വാർത്തകളിൽ നിറയാറുണ്ട്. കാരണം മലയാളി പ്രേക്ഷകർക്ക് അവരെ അത്രയധികം ഇഷ്ടമാണ്. പ്രേക്ഷകർക്ക് നടിയുടെ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോഴും ഏറെ താല്പര്യമുണ്ട്. കനകയുടെ ഇപ്പോഴത്തെ ജീവിതം പക്ഷേ തികച്ചും ദുരൂഹമാണ്. അമ്മയായിരുന്നു കനകയ്ക്ക് എല്ലാം എന്ന് പറയുന്നു. അമ്മയുടെ മരണശേഷം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ കനക ആൾവാർപേട്ടിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. ഒരാളുമായും കനകയ്ക്ക് ഇപ്പോൾ യാതൊരു അടുപ്പവും ഇല്ല. കനക എല്ലാവരിൽ നിന്നും അകലം പാലിച്ചതുകൊണ്ട് തന്നെ നടിക്ക് മാനസിക രോഗമാണ് എന്നത് മുതൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലാണ് എന്നുവരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ കറക്റ്റായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ഇല്ല. എന്നാൽ അമ്മയുടെ വേർപാടോടുകൂടി കനകയുടെ ജീവിതം സഞ്ചരിച്ചത് ദുരൂഹമായ മറ്റൊരു വഴിയിലൂടെ ആയിരുന്നു എന്ന് നമുക്കറിയാം. വളരെ കുറച്ചു കാലം മാത്രമേ കരിയറിൽ ശോഭിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. എങ്കിലും ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളത് കനക സമ്പാദിച്ചിരുന്നു. ദേവിക സമ്പാദിച്ചത് വേറെയും. അമ്മയുടെ വേർപാടിൻ്റെ തീരാ ദുഃഖവും പേറിയാണ് കനകയുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. കാരണം അത്രയ്ക്കേറെ അമ്മയെ ഇഷ്ടപ്പെട്ടിരുന്ന, അമ്മയാണ് ലോകമെന്ന് കരുതി ജീവിച്ചിരുന്ന കനകയ്ക്ക് അമ്മയുടെ മരണം ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. അമ്മയുടെ ആത്മാവിനോട് സംവദിക്കാം എന്ന കപട വാഗ്ദാനത്തിൽ മയങ്ങി കനകയ്ക്ക് നഷ്ടമായത് ഭീമൻ തുക തന്നെയായിരുന്നു. കാരണം പലരും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പണം പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം നഷ്ടങ്ങൾ കനകയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഓജോ ബോർഡ് ഉപയോഗിച്ച് അമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കനക ശ്രമിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു. ഇതിനായും ചില്ലറ കാശൊന്നുമല്ല കനക പൊട്ടിച്ചത്. കനക കരുതിയിരുന്നത് പോലെ ഒന്നും തന്നെ സാധിക്കാതെ വന്നതോടെ കനക മാനസികമായി തളർന്നു എന്ന് പറയുന്നു. അമ്മയോട് സംസാരിക്കാനും കഴിഞ്ഞില്ല, കയ്യിലെ കാശും നഷ്ടപ്പെട്ടു. ഈ വേദന കനകയെ മറ്റുള്ളവരെ വെറുക്കാനും അവരുമായി ഇടപഴകുന്നതെല്ലാം ഉപേക്ഷിക്കാനുമുള്ള മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചു. ജീവിച്ചിരുന്നപ്പോൾ കനകയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അമ്മയാണ്. എന്തിനേറെ പലപ്പോഴും കനകയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് പോലും ദേവിക തന്നെയായിരുന്നു. അതിനാൽ തന്നെ കപടത നിറഞ്ഞ ഈ ലോകത്ത് കാപട്യം നിറഞ്ഞ മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ കനകയ്ക്ക് സാധിച്ചില്ല. പതിയെ എല്ലാവരിൽ നിന്നും വിട്ടുമാറി ഏകാന്തവാസം നയിക്കാൻ തുടങ്ങി. 1992 പുറത്തിറങ്ങിയ 7.5 പൊന്നാനിയിൽ അശ്വതി എന്ന മാനസിക രോഗിയുടെ വേഷത്തിലായിരുന്നു കനക എത്തുന്നത്. ആ സിനിമയിലെ സീനുകൾ ഒരുപക്ഷെ അതേപടി തന്നെ ജീവിതത്തിൽ ആവർത്തിക്കും എന്ന് നടി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും അത്തരം സീനുകൾ തന്നെ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ളവർക്ക് കനകയുടെ ജീവിതവുമായി ബന്ധമുള്ളതായി നമുക്ക് തോന്നാം. കനക ഇപ്പോൾ എല്ലാം അതിജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ നടിയുടെ വീടിന് തീ പിടിച്ചത് വാർത്തയായിരുന്നു. ആ ബംഗ്ലാവ് കണ്ടാൽ തന്നെ ഒരു പ്രേതഭവനം പോലെ ഉണ്ടെന്നാണ് അന്ന് പലരും അഭിപ്രായപ്പെട്ടത്. അത്രയും ശോഷിച്ച നിലയിലായിരുന്നു അത്. പിന്നീട് ഒരുപാട് നേരം ഉദ്യോഗസ്ഥർ സംസാരിച്ചതിന് ശേഷമാണ് കനക വാതിൽ തുറന്നത് തന്നെ. വീട്ടിൽ നിന്നും പുകയുയരുന്നത് കണ്ടപ്പോഴാണ് അയൽവാസികൾ ഫയർഫോഴ്സിൽ വിളിച്ച് വിവരം പറയുന്നത്. തുടർന്ന് മൈലപ്പുരിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എന്നാൽ രക്ഷിക്കാൻ എത്തിയവരെ ആദ്യം നടി വീട്ടിലേക്ക് കയറ്റിയില്ല എന്ന് പറയുന്നു. എയർഫോഴ്സ് സംഘത്തോടും പോലീസിനോടും കനക വളരെ മോശമായും രൂക്ഷമായും സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അയൽവാസികൾ അവരുടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെന്നും നാട്ടുകാരെ ആരും അങ്ങോട്ട് അടുപ്പിക്കാറില്ല എന്നും ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയായിരുന്നു. തുടർന്നാണ് ഉദ്യോഗസ്ഥർ കനകയോട് കൂടുതൽ സൗമ്യമായി ഇടപെട്ട് വീടിൻ്റെ അകത്തേക്ക് കയറുകയും തീ അണയ്ക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ അപ്പോഴെല്ലാം കനക പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത് എന്ന് പറയുന്നു. മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഇതെല്ലാം ഒരു മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ അവർ കാണിച്ചിരുന്നു എന്ന് പറയുന്നു. നിരവധി വസ്ത്രങ്ങളും സാധനങ്ങളും എല്ലാം കത്തി നശിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനിടെ തീപ്പൊരി ആളിക്കത്തുകയായിരുന്നു എന്നും വീടിനകത്ത് തീ പടരുക ആയിരുന്നെന്നുമാണ് അവർ പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.